സാധാരണക്കാരനായ പൊതുപ്രവർത്തകനായ എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് തലവില്ല എന്ന് ഉത്തരവാദിത്തത്തോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നഷ്ടപ്പെട്ടത് മുഴുവൻ ഈ നിയോജകമണ്ഡലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. അതിനുവേണ്ടി അനന്ത വികസന സാധ്യതകളെ ഊട്ടിയെടുക്കാൻ ടെക്നോക്രാറ്റുകളെ യോജിപ്പിച്ചെടുത്ത് അഗ്രികൾച്ചറൽ എക്സ്പേർട്സിനെ കൂട്ടി യോജിപ്പിച്ച് മാനേജ്മെന്റ് വിദഗ്ധന്മാരെ ഒരു കുടക്കീഴിൽ വിഷൻ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് ഈ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിന്റെ എല്ലാ വികസനവും എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. This is a critical election for Kerala, but it is as critical, especially for Wayanad. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. The Kerala economy is completely stuck. Youngsters in Kerala are not. വീണ്ടും ചലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. But you have to know what to do. പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. It is like a car. A car cannot move if it does not have petrol in the tank. ഇത് ആ കാണുന്ന ഒരു കാറിനെ പോലെയാണ്. കാറിന്റെ ഇന്ധനത്തിൽ അതിന്റെ ടാങ്കിൽ പെട്രോൾ ഇല്ലെങ്കിൽ കാറിന് മുൻപോട്ട് പോകാൻ പറ്റില്ല. No matter what you do, you cannot start the engine without petrol in the tank. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും പെട്രോൾ ടാങ്കിൽ ഇല്ലാതെ നിങ്ങൾക്ക് ആ എൻജിൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, എൻജിൻ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, മുൻപോട്ട് പോകാൻ പറ്റില്ല. Economy is exactly the same. അതുപോലെ തന്നെയാണ് ഈ കാറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യവും. An economy also needs fuel to start. അതുപോലെ തന്നെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് മുൻപോട്ട് പോകണമെങ്കിൽ അതിന് പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഇന്ധനം ആവശ്യമാണ്. Like petrol is the fuel for a car, money in people's hands is fuel for an economy. എങ്ങനെയാണ് പെട്രോൾ എന്ന് പറയുന്നത് കാറിന്റെ ഇന്ധനമാണ്, അതുപോലെ ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകുക എന്നതാണ് സമ്പദ് വ്യവസ്ഥയെ മുൻപോട്ട് ചലിപ്പിക്കാൻ ആവശ്യമായ ഇന്ധനം. How does it work? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? You put people in money in people's hands. നിങ്ങൾ ആളുകളുടെ കയ്യിൽ പൈസ നൽകുന്നു, പൈസ നിക്ഷേപിക്കുന്നു. People go and spend that money. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ അവർ പോയി ആ പൈസ ചെലവാക്കുന്നു. They buy things. അവർ സാധനങ്ങൾ വാങ്ങിക്കുന്നു. Shirts, pants, medicines, glasses, cell phones. ഷർട്ട്, പാന്റ്, മരുന്നുകൾ, ഗ്ലാസുകൾ, കണ്ണടകൾ, സെൽഫോണുകൾ, അങ്ങനെ പലവിധ സാധനങ്ങൾ ജനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങുന്നു. Demand for these products goes up. ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യകത വളരെയധികം വർദ്ധിക്കുന്നു. And then the factories need to produce those products and supply them. അങ്ങനെ ഇവയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം കൂടുമ്പോൾ ഫാക്ടറികൾ ഇത്തരം സാധനങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യകതയും അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ടാകുന്നു. And when factories need to produce products, they will come and find people to do the job in the factories. ഈ ഫാക്ടറികൾ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിക്കുമ്പോൾ അവർക്ക് തൊഴിൽ ചെയ്യാൻ ആവശ്യമായ ആളുകളെ തേടി, ആളുകളെ അന്വേഷിച്ച് ഫാക്ടറികൾ മുൻപോട്ട് വരും. So if you want to start an economy, you want to create jobs, the first thing you have to do is you have to inject money into the economy. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ചലിപ്പിക്കണമെങ്കിൽ, ഈ സമ്പദ് വ്യവസ്ഥയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങളുടെ കയ്യിലേക്ക് പണം കുത്തിവെക്കുക, നിക്ഷേപിക്കുക എന്നതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്. The Prime Minister believes that if you inject money into the hands of the biggest businesses, you can start the economy. നമ്മുടെ പ്രധാനമന്ത്രി വിചാരിക്കുന്നത് ഇവിടുത്തെ വലിയ കോർപ്പറേറ്റ് മുതലാളികളുടെ കയ്യിലേക്ക് പൈസ കൊടുത്താൽ, നിക്ഷേപിച്ചാൽ, കുത്തിവെച്ചാൽ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി വിചാരിക്കുന്നത്. But all that happens is that those big corporates take the money away. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ വലിയ കോർപ്പറേറ്റുകൾ ആ പൈസ എടുത്തുകൊണ്ട് പോകുന്നു എന്ന ഒറ്റ കാര്യം മാത്രമാണ് അതിന്റെ ഫലമായി സംഭവിക്കുന്നത്. We believe that if you want to start an economy, you have to put money into poor people's hands. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ ദരിദ്രരായ ആളുകളുടെ കയ്യിൽ പൈസ നിക്ഷേപിക്കണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. Into the common man's hands. സാധാരണ മനുഷ്യരുടെ കൈകളിൽ ആ പൈസ എത്തണം. And into millions and millions of people's hands. നമ്മുടെ നാട്ടിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ കൈകളിലേക്ക് ആ പൈസ എത്തണം. It's like putting petrol directly into the engine. ഇത് ശരിക്കും എഞ്ചിനിലേക്ക്, യന്ത്രത്തിലേക്ക് പെട്രോൾ നേരിട്ട് നിക്ഷേപിക്കുന്നത് പോലെയാണ്. So that is what we are proposing to do in Kerala. അതുകൊണ്ട്
ഇതാണ് ഞങ്ങൾ കേരളത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നിർദ്ദേശിക്കുന്നതും. To start the Kerala economy, we are proposing an idea called Nyay. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ചലിപ്പിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ ന്യായ പദ്ധതി എന്ന ആശയമാണ് നിങ്ങൾക്ക് മുൻപോട്ട് വയ്ക്കുന്നത്. And we are confident that Nyay will not only help poor people, it will start Kerala's economy and start the production of jobs. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കേരളത്തിലെ ദരിദ്രരായ ആളുകളെ സഹായിക്കുക മാത്രമല്ല, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും കേരളത്തിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ന്യായ പദ്ധതിക്ക് കഴിയുമെന്നതിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. And so, what is Nyay? Nyay is 6,000 rupees a month, 72,000 rupees a year into all Kerala's poorest people's bank accounts. അപ്പോൾ ന്യായ് എന്ന് പറയുന്നത് എന്താണ്? ന്യായ് എന്ന് പറയുമ്പോൾ ഒരു മാസം 6,000 രൂപ, ഒരു വർഷം 72,000 രൂപ കേരളത്തിലെ ഓരോ ദരിദ്ര കുടുംബത്തിന്റെയും അക്കൗണ്ടിലേക്ക് എന്ന പദ്ധതിയാണ് ന്യായ്. And I will put it to you in a different way. After the UDF comes to power and we do Nyay, there will not be a single person in Kerala who will earn less than 72,000 rupees a year. ഞാൻ മറ്റൊരു രീതിയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ന്യായ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വർഷം 72,000 രൂപയിൽ സ്വന്തം അക്കൗണ്ടിൽ കുറവുള്ള ഒരു വ്യക്തി പോലും ഉണ്ടായിരിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അതാണ് ന്യായ പദ്ധതി. You can search the whole of Kerala. You will find nobody who earns less than 72,000 rupees a year. നിങ്ങൾ കേരളം മുഴുവൻ അന്വേഷിച്ചു നോക്കൂ. കേരളത്തിൽ ഒരു വർഷം 72,000 രൂപയിൽ കുറവ് വരുമാനമുള്ള ഒരു വ്യക്തിയെ പോലും ന്യായ പദ്ധതി നടപ്പിൽ വന്ന ശേഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. So we will solve 3 problems with 1 solution. ഒരു പരിഹാരമുണ്ട്. ഞങ്ങൾ 3 പ്രശ്നങ്ങളാണ് പരിഹരിച്ചിട്ടുള്ളത്. We will attack poverty in Kerala. ഞങ്ങൾ കേരളത്തിലെ ദാരിദ്ര്യത്തെ ആക്രമിക്കുകയാണ്. We will attack joblessness in Kerala. കേരളത്തിലെ തൊഴിലില്ലായ്മയെ ഞങ്ങൾ ആക്രമിക്കും. And we will attack economic stagnation in Kerala. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിരിക്കുന്ന സ്തംഭനാവസ്ഥയും നിശ്ചലാവസ്ഥയും ഞങ്ങൾ ഈ പദ്ധതിയിലൂടെ ആക്രമിക്കും. With this one move. ഈ ഒറ്റ പദ്ധതി കൊണ്ട് ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. And we are confident it will transform the state of Kerala. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും കേരളം എന്ന സംസ്ഥാനത്തെയും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. Now I would like to speak about Wayanad. ഇപ്പോൾ ഞാൻ നിങ്ങളോട് വയനാടിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ 2 തെരഞ്ഞെടുപ്പുകളും നമുക്ക് ജയിച്ചേ പറ്റൂ. And I'm going to explain why. ഞാൻ നിങ്ങളോട് വിശദമാക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണെന്നുള്ളത്. The first election is for the government of Kerala. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. And the second election is for the future of Wayanad. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വയനാടിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ്. For me both those are important, equally important. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയാണ്. Because of course I want to defeat the ideology of violence in Kerala. കാരണം തീർച്ചയായിട്ടും എനിക്ക് കേരളത്തിലെ അക്രമത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്തണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. But I have also been given a responsibility by you. അത് മാത്രമല്ല, നിങ്ങൾ എനിക്ക് നൽകിയ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. There are certain critical things that Wayanad needs done. വയനാട്ടിൽ ചെയ്യേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ചെയ്തു തീർക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. There is the issue of the buffer zone. ബഫർ സോണിന്റെ പ്രശ്നമുണ്ട്. ഇവിടെ There is the issue of the medical college. മെഡിക്കൽ കോളേജിന്റെ പ്രശ്നമുണ്ട്. There is the man-animal conflict issue. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ മറ്റൊരു പ്രശ്നമുണ്ട്. So these are critical issues for the future of Wayanad. വയനാടിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവ ഓരോന്നും. And we cannot get these done unless we have a government in Kerala. ഈ കാര്യങ്ങൾ വയനാടിന്റെ ഭാവിയെ ബാധിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കേരളത്തിൽ നമുക്കൊരു ഗവൺമെന്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. And so we need full support of the people of Wayanad to win maximum seats here so we can get this work done. അതുകൊണ്ട് നിങ്ങളുടെ വയനാട്ടിലെ ആളുകളിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് കിട്ടാവുന്ന കഴിവിന്റെ പരമാവധി നിയോജക മണ്ഡലങ്ങളിൽ സീറ്റുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. And that is why I have come here for support for Siddiq ji.
അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ശ്രീ സിദ്ദിഖ് ജിക്ക് പിന്തുണയുമായി ഞങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത്. But we are not going to be content by just solving these 2 or 3 so-called emergency problems. ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ 3-4 വളരെയധികം അടിയന്തര ശ്രദ്ധയുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകാൻ പോകുന്നില്ല. We have serious medical issues among our tribals. നമ്മുടെ ആദിവാസികൾക്ക് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ ഇടയിലുണ്ട്. We have serious economic issues with regards to the tribals. നമ്മുടെ ആദിവാസികളുടെ ഇടയിൽ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളുമുണ്ട്. Our small farmers are struggling. നമ്മുടെ ചെറുകിട കർഷകർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. There are 3 new criminal agricultural laws that the Prime Minister has passed. നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നടപ്പിലാക്കിയ 3 ക്രിമിനൽ കുറ്റങ്ങളായ 3 കാർഷിക നിയമങ്ങളുണ്ട്. That we have to defend against. ഇതിനെതിരെ നമുക്ക് പ്രതിഷേധിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതുമായിട്ടുണ്ട്. But for me the most important thing is to reclaim the idea of Wayanad. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് എന്ന ആശയത്തെ തിരിച്ചു പിടിക്കുക, തിരിച്ചവകാശപ്പെടുക എന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. If you remember, കേരളത്തിൽ മാത്രമല്ല വയനാടിന് പ്രസക്തിയുള്ളത്, വയനാടിന് ഇന്ത്യയിൽ വളരെ പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ ആഗോള തലത്തിലും വയനാടിന് വളരെയധികം പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. you used to be the spice capital of the world. There is no reason you should not be the spice capital of the world again. ലോകത്തെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തലസ്ഥാനമായിരുന്നു വയനാട്. ഇനിയും ലോകത്തെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തലസ്ഥാനമായി മാറാതിരിക്കാൻ മറ്റൊരു കാരണവും വയനാടിന് ഇനിയില്ല. And so we have to work together to ensure that these things happen. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. You know what the left front has done with regards to these critical problems. ഈ നിർണായകമായ പ്രശ്നങ്ങളുമായി അനുബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. We've been asking for a medical college for 5 years now. 5 വർഷങ്ങളായി ഞങ്ങൾ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജിന് ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. And just a few days ago they put a board over there saying that they've given us a medical college. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരവരുടെ ബോർഡ് വെച്ചിട്ട് പറയുകയാണ് നമ്മൾക്കൊരു മെഡിക്കൽ കോളേജ് തന്നു എന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. We don't want a board. We want a medical college. ഞങ്ങൾക്ക് വേണ്ടത് വെറും ഒരു ബോർഡല്ല, ഞങ്ങൾക്ക് വേണ്ടത് ഒരു മെഡിക്കൽ കോളേജാണ്. If boards were medical colleges, we could put medical colleges throughout Wayanad anywhere we wanted. We don't need the help of the left front. മെഡിക്കൽ കോളേജിന് പകരം ബോർഡ് വെക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് വയനാട്ടിൽ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെ ബോർഡ് വെക്കാം. അതിന് ഗവൺമെന്റിന്റെ സഹായം ഞങ്ങൾക്ക് I ആവശ്യമില്ല. can put 50, 100, 200 boards wherever you want. If that is the problem. ബോർഡുകൾ വെക്കുന്നതാണ് പ്രശ്നമെങ്കിൽ 50, 100, 200 ബോർഡുകൾ എവിടെ വേണമെങ്കിലും വെക്കാം. അതാണ് പ്രശ്നമെങ്കിൽ We want a super speciality medical college where all our people can be treated with respect. നമ്മൾക്ക് വേണ്ടത്, വയനാടിന് വേണ്ടത് നമ്മുടെ ഇവിടുത്തെ എല്ലാ ആളുകളെയും ബഹുമാനത്തോടു കൂടി ചികിത്സിക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ്. And for 5 years you've been making some excuse for the other. 5 വർഷങ്ങളായിട്ട് ഇത് നടക്കുന്നില്ല, ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട്. Suddenly we hear about this buffer zone. പെട്ടെന്ന് നമ്മൾ ബഫർ സോണുകളെ പറ്റി കേൾക്കുന്നു. We asked in Lok Sabha about this buffer zone, and we are told that the left front government has done it. ലോക്സഭയിൽ ബഫർ സോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇതാണ്: ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അത് ചെയ്തതെന്ന്. These are devastating for the future of Wayanad. ഇത് വയനാടിന്റെ ഭാവിക്ക് വളരെയധികം നാശമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And we cannot keep waiting for this to happen. ഇത് നടക്കാൻ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല നമുക്ക്. We have to take the matter into our own hands, and we have to ensure that it is done. വർഷങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. I'm not an MLA. I'm not going to be an MLA in the Vidhan Sabha, but I do have a little bit of ability to influence the UDF government. ഞാൻ ഇവിടുത്തെ അസംബ്ലിയിൽ ഒരു MLA ആകാൻ പോകുന്നില്ല, പക്ഷേ ഇവിടുത്തെ UDF ഗവൺമെന്റിനെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവും എനിക്കുണ്ട്. And I will use that ability to make sure that it is very important that we win every single seat here. അതുകൊണ്ടാണ് ഇവിടുത്തെ വയനാട്ടിലെ ഓരോ സീറ്റും നമ്മൾ ജയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. Because then I will be able to say Wayanad supported the UDF 100%, so you have to do what we need. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ശക്തിയോടുകൂടെ പറയാൻ സാധിക്കും 100% വയനാട്ടിലെ ആളുകൾ UDFനെ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചെയ്തു തന്നേ പറ്റൂ എന്ന് എനിക്ക് ശക്തമായി പറയാൻ സാധിക്കും. So that is why I have come here,
ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. You understand the situation in the country. I don't need to get into it beyond a certain amount, but you understand the type of division and hatred that is being spread in the country by these ideologies.